ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 29-ാം വാക്യം എന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം. ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരലും നൽകിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതായത് സപ്പോസ് അതിന്റെ വേറൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സപ്പോസ് പറയുന്ന വേറൊരു വാക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവിടുത്തെ വഴി പീഡനം സഹിക്കാനുള്ള പ്രത്യേക പദവിയും നിങ്ങൾക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വളരെ വളരെ ക്രിസ്ത്യൻ വിശ്വാസിക്ക് വേണ്ടി ദൈവിച്ചിട്ടുള്ള ദാനത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഹല്ലേലൂയ. അതായത് 2 ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവിടത്തേക്ക് വേണ്ടി പീഡനം സഹിക്കാനുള്ള പ്രത്യേക പദവിയും നിങ്ങൾക്ക് ദാനങ്ങൾ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും ബ്ലെസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ ഈ ബ്ലെസ്സിങ്ങിന്റെ കൂട്ടത്തിൽ പെടാത്തൊരു കാര്യമാണ് ഈ പീഡനം സഹിക്കുക എന്നുള്ളത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, യേശു വിശ്വസിക്കുക എന്നുള്ളത് അത് ഒരു ദാനമാണ് ദൈവത്തിന്റെ. 2-ാമത്തെ കാര്യം പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി പീഡനം സഹിക്കുക എന്നത് ഒരു ദാനമാണ്. 2 ദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു നമ്മുടെ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ വരം എന്നുള്ളതാണ്. എന്താണ് ഈ വരവെന്ന് വെച്ചാൽ, പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പുരാണമൊക്കെ വായിക്കുമ്പോൾ ആൾക്കാർ പോയിരുന്ന് തപസ് ചെയ്ത് വർഷങ്ങളോളം ഒക്കെ ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് ഒന്നിലും ശ്രദ്ധ കൊടുക്കാതൊക്കെ ഇരുന്ന് അവർ പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അവകാശം ഈ വരമെന്ന് പറയാം. നമുക്ക് അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ഇതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് കിട്ടുക എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനുഭവിച്ച് കിട്ടുക, വരം, ദാനം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരാളുടെ സൗജന്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് രക്ഷ നമുക്ക് സൗജന്യം നമുക്കറിയാം. അതായത് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചു. ആ രക്ഷ നമ്മൾ ഭാവം ഏറ്റു പറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ചെയ്യുമ്പോൾ കിട്ടുക അതൊരു ദാനമാണ് ദൈവത്തിന്റെ. അതേപോലെ തന്നെ ക്രിസ്തു വിശ്വസിക്കാനുള്ളത് അതും ഒരു ദാനമാണ്, അതൊരു വരമാണ്, ദാനമാണ്. അതേപോലെ തന്നെ ഈ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത്, ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരല്ല. യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ത്യാഗമാണെന്ന്, അതൊരു ത്യാഗമല്ല, ദൈവം തന്നൊരു ദാനമാണത്. അങ്ങനെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഒരു ദൈവത്തിന്റെ ഒരു വരമാണത്. ദൈവത്തിന്റെ ഒരു നമുക്ക് തന്നെ അനുവദിച്ചൊരു ഒരു പ്രത്യേക അവകാശമാണത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വരമാണത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു വരത്തെ നമ്മുടെ എത്ര പേർ അത് മനസ്സോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഇത് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന കാര്യമായത്, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അതിനെ എങ്ങനെയായിരിക്കും ഞാൻ എടുക്കുക? കാരണം ഈ ലോകത്തിന്റെ കഷ്ടം അനുഭവിക്കാൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ പറഞ്ഞത് ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത്തെക്കുറിച്ചാണ്. ലോകത്തിലെ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുകയാണെന്ന് ഞാൻ പറയത്തില്ല. ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന, അതായത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടതാണ് ഈ കഷ്ടം എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന കഷ്ടം, അതായത് ആ കഷ്ടം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാ പറയേണ്ടത്, ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഉണ്ടാവേണ്ടുന്ന കഷ്ടം, അതിനെയാണ് ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് ഉണ്ടാകുന്ന കഷ്ടം എന്ന് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ലോകത്തിൽ ഉണ്ടാവുന്ന കഷ്ടങ്ങളെല്ലാം നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം വന്ന ശേഷം ഉണ്ടാവുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അതിനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. ഒരിക്കലും അത് ദൈവം അതിനെ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന കരുതുന്നുമില്ല. പക്ഷെ ഒരാൾ ക്രിസ്ത്യാനിയായ ശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതി അനുഭവിക്കുന്ന, അത് ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞ ശേഷം യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അതൊരു കഷ്ടതയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതല്ല, ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് കടന്നു പോകുന്ന സാമ്പത്തിക ബാധകൾ, അതൊരു ക്രിസ്തുവിന്റെ ദാനമാണ്. നിങ്ങൾ പറയുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം ക്രിസ്ത്യാനി ആയതു ശേഷം അതുമൂലം നമ്മൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും ഓരോ പ്രയാസങ്ങളും അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ അത് സന്തോഷിക്കുക വേണ്ടേ എന്നാ വചനം പറയുന്നത്. ബിക്കോസ് അതൊരു വരമാണെന്നാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അതിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലന്മാരെ പുരോഹിതന്മാരെ വിളിച്ച് അടിപ്പിച്ചു വിട്ട ശേഷം ഇങ്ങനെയാ പറയുന്നത്, യേശുവിന്റെ നാമത്തെ പ്രതി അവരെ അടിച്ചു, ഇനി സംസാരിക്കുന്നു വിലക്കി. അത് അടികൊണ്ടിട്ട് ശിഷ്യന്മാരെ തിരിച്ചു പോകുന്ന വഴിക്ക് അവർ കരഞ്ഞോണ്ടല്ലോ പോയത്, അവർ സന്തോഷമുണ്ടാ പോയത്. കാരണം കർത്താവിന്റെ നാമത്തെ പ്രതി അടികൊണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ സന്തോഷമുണ്ടാ പോയത്, അവർ ആഘോഷിച്ചുകൊണ്ടാ പോയത്. അപ്പൊ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ കഷ്ടങ്ങളും നമുക്ക് കിട്ടിയ വരമാണ്, നമുക്ക് കിട്ടിയ ദാനമാണ്, നമുക്ക് കിട്ടിയ പ്രത്യേക അവകാശമാണ്.
ഹാലലൂയ. നമുക്ക് കിട്ടിയ രക്ഷ കിട്ടി ദാനമായി കിട്ടിയതുപോലെ, നമുക്ക് വിശ്വസിക്കാനുള്ള ആ അവകാശം ദാനമായി കിട്ടിയതുപോലെ, ദൈവം തരുന്ന ഒരു ദാനമാണ് ഈ കഷ്ടം അനുഭവിക്കാനുള്ള ഒരു വരമെന്ന് പറയുന്നത്, ഒരു കഴിവെന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ എത്ര പേർ അതിനു വേണ്ടി ദിവസങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു മിലിറ്ററിയിൽ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തി കടന്നു പോകേണ്ട കുറെ ട്രെയിനിങ് ഉണ്ട്. ഹാലലൂയ. കഠിനമായിരിക്കും. ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? കഠിനമായിരിക്കും ആ ട്രെയിനിങ്. അവർ ട്രെയിനിങ് കാണുന്നത് ആ ട്രെയിൻ ചെയ്യപ്പെടുന്ന ആളുടെ തല കുറെ വെള്ളക്കെട്ടിനകത്ത് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അത് ചവിട്ടി പിടിച്ചേക്കുക. ആ കുട്ടിക്ക് എത്രത്തോളം ശ്വാസം പിടിച്ച് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ട്രെയിനിങ് അത്. കഷ്ടപ്പാടല്ലേ ഇതില്ലേ? ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ? ഹാലലൂയ. പക്ഷെ അത് കടന്നു പോകുന്നത് ഒരു സന്തോഷത്തോടെയും അല്ലെങ്കിൽ അതിനോടൊരു ആഗ്രഹത്തോടും കൂടിയാണ്. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ആ കഷ്ടത ആർക്കും ഇഷ്ടമല്ല. കാരണം അതിപ്പോ ട്രെയിനിങ് ആയാലും എന്തായാലും. പക്ഷെ അത് കടന്നു പോകേണ്ട ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. കാരണം അത് ശേഷം വെച്ചിരിക്കുന്ന നന്മയുണ്ട്. ഹാലലൂയ. സ്തോത്രം. ആ നന്മയെ ഓർത്തിട്ട് ആ വ്യക്തി ആ കഷ്ടപ്പാടിനെ ഹാലലൂയ അതിനെ മനസ്സോടെ കടന്നു അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സെയിം വേ ദൈവം നമുക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക വരമാണ് ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും ലോകം തരുന്ന കഷ്ടപ്പാടല്ല. ദൈവത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കുന്നുവോ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് കാര്യവും അത് ക്രിസ്തുവിനെ പ്രതി ആവുമ്പോൾ അത് ദൈവം അനുഭവിച്ച് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അത് റിജക്ട് ചെയ്ത് കളയരുത്. ഞാൻ പലപ്പോഴും നോർത്തിലെ ദേവാസ്വന്മാരൊക്കെ വീഡിയോ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽ അവർ കഷ്ടപ്പാട് പറഞ്ഞ് കരയുന്ന കാണാം. കരഞ്ഞു കണ്ണീരൊഴുക്കി. അതെന്താണ് പലപ്പോഴും എനിക്കത് ആദ്യം കാണുമ്പോഴൊക്കെ എനിക്കത് എന്തോ എനിക്കത് ആദ്യം കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. പിന്നെ കാണുമ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. കാരണം അവര് കർത്താവ് അനുഭവിച്ചു കൊടുത്ത ഒരു വേദനയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം കഷ്ടപ്പാട് എപ്പോഴും വേദനയാണ്. അതൊരിക്കലും ഞാനതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മളതിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. വചനം പറയുന്ന സത്യം ഇങ്ങനെയാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാട്, ഒരു വേദന ദൈവം അനുഭവിച്ച് തരുന്നതാ. ദൈവം തന്നൊരു വരമാണത്. കർത്താവിന്റെ ദാനമാണത്. ദൈവത്തിന്റെ നമുക്ക് അനുവദിച്ച പ്രത്യേക അവകാശമാണ്. നമ്മൾ അവകാശത്തെ സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിൽ നമുക്ക് ഈ രക്ഷയെന്ന് പറഞ്ഞ അവകാശം സ്വീകരിക്കാൻ മനസ്സുണ്ടാകരുത്. ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ആ ഒരു അവകാശം സ്വീകരിക്കാൻ മനസ്സുണ്ടാകരുത്. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഹാലലൂയ. സോ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് എത്രത്തോളം നമുക്ക് ബോധ്യമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ ദിവസം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം അങ്ങ് അനുവദിക്കുന്ന ഒരു കഷ്ടത. ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ ദൈവം അനുവദിക്കുന്ന കഷ്ടത കടന്നു പോയിട്ടുണ്ട്. പലതും അനുഭവിച്ചിട്ടുണ്ട്. പലതിലും ഫേസ് ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ വേദന ഉണ്ട്. പക്ഷെ പലപ്പോഴും അതെല്ലാം കഴിയുമ്പോൾ ദൈവം അനുവദിച്ചതാണല്ലോ എന്നൊരു ആശ്വാസം നമ്മൾ ഒത്തിരി ഭരിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം ഉണ്ടാവും. തമാശയാണ് ഈ പറയുന്നത്. ഈ ദിവസങ്ങളിലും അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ, ദൈവം അനുവദിക്കുന്ന കഷ്ടദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഇത് ദൈവം എനിക്ക് അനുഭവിച്ചതാണെന്നുള്ള ചിന്തയിൽ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റി അനുഭവിക്കുന്ന ഒരു കഷ്ടത നമ്മൾ തളർന്നു പോകത്തില്ല. നമ്മൾ അതിൽ സന്തോഷിക്കുകയും അതിൽ വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം അനുവദിക്കുന്ന കഷ്ടമാണെങ്കിൽ പോലും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയില്ല ദൈവമക്കളെ. അത് കുറച്ചു നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. കാലഘട്ടം. ബിക്കോസ് നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മളെ ഒരിക്കലും അധികമായി കടന്നു അനുവദിക്കത്തില്ല. ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. റോമിലെ ഒരു ജയിലിൽ കിടന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഈ ലേഖനം എഴുതിയത്. ആ ജയിലിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവിടെ പാർക്കിട്ടുകൾ നിറഞ്ഞ ഒരു ഗുഹ പോലുള്ള സ്ഥലത്ത് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. അവിടെ സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. മാത്രമല്ല അദ്ദേഹം ഇരുന്ന് എഴുതുന്ന കാരാഗ്രഹത്തിൽ നിന്ന് തൊട്ടപ്പുറത്തായിരുന്നു തടവുകാരുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ അത് ക്ലീൻ ചെയ്ത പരിപാടിയൊന്നുമില്ല. അതിരൂക്ഷമായ ദുരന്തത്തിന്റെ നടുവിൽ നിന്ന് സൂര്യപ്രകാശം അധികം കിട്ടാത്തൊരു സ്ഥലത്തിരുന്ന് ഇരുട്ടിന്റെ അകത്തൊക്കെ ഇരുന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ആ മനുഷ്യനായി പറയുന്നത് കഷ്ടത ഒരു ദാനമാണെന്ന്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടത അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതിന്റെ പേര് കഷ്ടത അനുഭവിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പുറപ്പെടുത്തിട്ടില്ലേ, എന്തിനായത്, എനിക്കിതിന്റെ വല്ല കാര്യമുണ്ടോ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പുറപ്പെടുത്തില്ല നമ്മൾ. ഹാലലൂയ. പക്ഷെ ദൈവം അനുവദിക്കുന്ന ഒരു ദാനമാണത്. ബിക്കോസ് അപ്പുറത്ത് മറ്റൊരു പ്രതിഫലമുണ്ട്. അതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ പോയിട്ടൊന്നുമല്ല കിട്ടുന്നത്, ഇവിടെ വെച്ച് തന്നെ കിട്ടും. അത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും, ക്രിസ്തുവിനെ പറ്റി അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടിനും, ഓരോ അനുഭവത്തിനും, ഓരോ നിന്ദയ്ക്കും, ഓരോ കയ്പനുഭവത്തിനും നമുക്ക് പ്രതിഫലം കർത്താവിനടുത്ത് ചെല്ലുമ്പോൾ മാത്രമല്ല ഇവിടെ വെച്ച് തന്നെ കിട്ടും. സ്തോത്രം. ബിക്കോസ് ദൈവത്തിന്റെ പ്രോമിസ് ആണത്. ഹാലലൂയ. അവിടെ ദിവസങ്ങൾ ദൈവം അനുവദിച്ചു തരുന്ന ഓരോ കഷ്ടതകളും, ദൈവം അനുവദിച്ചു തരുന്ന ഓരോ കഷ്ടപ്പാടുകൾ, പങ്കപ്പാടുകൾ, ആ ദൈവം എനിക്ക് ദാനമാണെന്നുള്ള ബോധ്യത്തിൽ, ഇതെന്റെ അവകാശമാണെന്നുള്ള ബോധ്യത്തിൽ, ദൈവത്തിന്റെ അവതാരമാണെന്നുള്ള ബോധ്യത്തിൽ ഞാനിത് ത്യാഗം ചെയ്യുകയല്ല, അതിനെ സഹിക്കുകയല്ല, മറിച്ച് അതിനെ ആസ്വദിക്കുകയാണെന്നുള്ള സ്നേഹത്തോടെ, ആ വിശ്വാസത്തോടെ, കൃപ എനിക്ക് കിട്ടിയത് ദാനമാണെന്നുള്ളത്, ദൈവത്തിന്റെ ദാനമാണ് കൃപ എന്നുള്ള അതേ മനോഭാവത്തോടെ
കർത്താവിനെ വിശ്വസിപ്പാനുള്ള എൻ്റെ ആ ഒരു കൃപ, കഴിവ് ദൈവത്തിന്റെ ദാനമാണെന്നുള്ള വിശ്വാസത്തോടെ, അതേ മനോഭാവത്തോടെ എനിക്ക് അനുഭവിച്ചു കിട്ടുന്ന ഓരോ കഷ്ടപ്പാടുകളും, അത് ക്രിസ്ത്യാനി ആയതിൽ കിട്ടുന്ന കഷ്ടപ്പാടുകളും ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ബോധ്യത്തിൽ ദിവസങ്ങൾ എടുക്കുവാനും അപ്രകാരം നമ്മുടെ ജീവൻ നയിപ്പാനും തൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മറ്റു കഷ്ടതകൾ ദൈവത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ, ക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ, കർത്താവിനെ പ്രതി അനുഭവിക്കുന്ന ഓരോ നിന്ദകളും കഷ്ടപ്പാടുകളും ദൈവത്തിന്റെ ദാനമാണ്, അത് ഔദാര്യമാണ്, അതൊരു വരമാണ്. അത് അനുഭവിക്കുന്നവർക്ക് നന്മയായിട്ട് മാറും ഈ ദിവസങ്ങളിൽ. അതിനെ ആഗ്രഹിപ്പാൻ ഓഫ് കോഴ്സ് ആഗ്രഹിക്കണം.